ഹായ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ ആത്മീയതയിൽ വരുമ്പോഴത്തേക്ക് ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ അടുത്തുന്ന് ആളുകളൊക്കെ അകന്നു പോകുന്നുണ്ടല്ലോ. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിഥ്യാധാരണയാണ്. അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല. അത് റെയർ കേസസിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് റെയർ കേസസിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാട് അത്രയും മോശമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നമ്മൾ സത്യത്തെ അറിയുന്ന, ഒരു യാഥാർത്ഥ്യത്തെ അറിയുന്ന, ഉള്ളിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഒഴിഞ്ഞു പോകുന്നത് 2, 3 കാരണങ്ങളുണ്ടാണ്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സ്ഥിരമായി ആവശ്യമില്ലാത്ത പാർട്ടിയിങ്, കള്ളുകൂടി, ഗോസിപ്പിംഗ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ അതിൽ നിന്ന് എൻ്റർടൈൻഡ് ആയിരുന്ന ആളുകൾ നമ്മളെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കിപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പം മനസ്സിലാക്കണം, അവർക്ക് നമ്മുടെ അടുത്ത് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവർ നമ്മുടെ എൻ്റർടൈനിങ്ങിലാണ് നിലനിന്നിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് അവരെ നമ്മുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നതെന്ന്, ആ സിറ്റുവേഷൻ മാറിയത് കൊണ്ടാണ് അവർ അകന്നു പോകുന്നതെന്ന്. അങ്ങനെ അല്ലാത്ത, നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോവില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമം അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത് കൊണ്ട്, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നതെങ്കിൽ, ആ ലാഭം കിട്ടാതാകുമ്പോൾ അവർ പോവും. നോക്കൂ, നിങ്ങൾ ആത്മീയ പാതയിൽ വന്നതിന് ശേഷവും അവർക്ക് ആ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവരവിടെ നിൽക്കുക. അത് ഫിനാൻഷ്യൽ ആയാലും മറ്റു കാര്യങ്ങളായാലും. നോക്കൂ, നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തെയോ ബാഹ്യമായ കാര്യങ്ങളെയോ ആയിരിക്കില്ല സ്നേഹിക്കുന്നത്. അവർ നമ്മുടെ ഉള്ളിലൊരു സത്യത്തെ ആയിരിക്കും സ്നേഹിക്കുന്നത്. അവർ പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. ശരിക്കും ഒരു ആത്മീയമായ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആവും. പക്ഷേ ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആളുകളായിരിക്കില്ല നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പുതിയ ആളുകളായിരിക്കാം വരുന്നത്. ഓൾറെഡി ഉള്ള ആളുകളും നിങ്ങളുമായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വരും. അതല്ല എന്നുണ്ടെങ്കിൽ വരില്ല. പ്രത്യേകിച്ചും വളരെ സ്റ്റെബിലിറ്റി ഉള്ള മനസ്സില്ലാത്ത ആളുകൾ, ഒട്ടും സ്റ്റെബിലിറ്റി ഉള്ള മനസ്സില്ലാത്ത ചില ആളുകൾക്ക് നിങ്ങളുമായി ഒത്തുപോയിട്ടും പറ്റില്ല. കാരണം നിങ്ങളുടെ ഒരു പ്രസൻസ് അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അവരുടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയെ ഇത് ബാധിക്കും. നമുക്ക് ആത്മീയമായ ഉയർച്ച ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഉയർച്ച ഉണ്ടെങ്കിൽ അത് അവരുടെ ഇതിലേക്ക് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളെ, മെൻ്റൽ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതില്ലാത്ത ആളുകളെ നമ്മുടെ ഒരു പ്രസൻസ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അവർക്ക് ചിലപ്പോൾ നമ്മുടെ പ്രസൻസിൽ നിൽക്കാനോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അത് ആരായിരിക്കും നമുക്ക് പറയാനേ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ പോലും ആയിരിക്കാം, അല്ലേ? ഇറ്റ് ക്യാൻ ഹാപ്പൻ. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് സത്യം. ചിലപ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും എത്തിച്ചേരുന്നത് ആന്തരികമായ ഒരു സത്യത്തിലാണ്. ആ സത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വിഭിന്നമായ ഒന്നുമില്ല. ഞാനും നീയും മറ്റൊരാളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും ഉള്ളിലൂടെ പ്രവർത്തിച്ചിരിക്കുന്ന ആ അതിൽ എത്തുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ അവരുടെ അടുത്ത് ഏറ്റവും എത്തുന്നത് അവിടെയാണ്. കാരണം ബാഹ്യതയിലല്ല ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നത്, ഉള്ളിലാണ്. നമ്മൾ എത്രത്തോളം ഉള്ളിലേക്ക് പോകുന്നു, എത്രത്തോളം ആ യഥാർത്ഥ സത്യത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നോ അത്രത്തോളം നമ്മളെല്ലാ മനുഷ്യരുടെ അടുത്തെത്തിയെന്നാണ് സത്യം. എല്ലാ മനുഷ്യരുടെ എന്നല്ല, എല്ലാ ചരാചരങ്ങളുടെ അടുത്ത് നമ്മൾ എത്തിയെന്നാണ്. കാരണം അവരുടെ എല്ലാം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ക്ലോസ് ആയിട്ടുള്ള ഒരു ആന്തരികമായ സാന്നിധ്യത്തിൽ നമ്മൾ എത്തിയെന്നാണ്. പിന്നീട് നമുക്ക് എല്ലാവരുടെയും ഹാർട്ടിൽ റെസ്റ്റ് ചെയ്യാൻ സാധിക്കും. രമണ മഹർഷി എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ ഒരു ധാരണയാണ്. എല്ലാ ചരാചരങ്ങളുടെയും ഹൃദയത്തിലുണ്ട് ഞാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് സത്യം ഇരിക്കുന്നത്. സത്യത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ രമണ മഹർഷി എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റിയോ ശരീരത്തെ പറ്റിയോ അല്ല പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള ആളുകളെയും കൺസിഡർ ചെയ്യണം. ചുറ്റുമുള്ള വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇന്ന് നാളെ മുതൽ ആത്മീയത ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ആത്മീയവാദിയാണേ എന്നും പറഞ്ഞിട്ട് റൂമിനകത്ത് കയറി ഇരുന്ന് ഇരിക്കാനാണ് നിങ്ങളുടെ യോഗമെങ്കിലും ഇരുന്നാലേ പറ്റുമോ? അത് വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ചുമ്മാ നമുക്ക് ആൾക്കാരെ അവോയ്ഡ് ചെയ്യണ്ട. പിന്നെ ഈ ആത്മീയതയിലേക്ക് വരുന്ന പലരും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം നോൺ വെജ് കഴിക്കണമൊക്കെ നിർത്തി. നമ്മൾ ചിലപ്പോൾ ഇനി പോലെ കള്ളം പറയണ്ട. അഷ്ടാംഗ യോഗയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശീലിക്കാം. കള്ളം പറയരുത്, ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മൾ കൃത്യമായി ഉറങ്ങുന്നു, രാവിലെ എണീച്ച് ധ്യാനിക്കുന്നു, സ്ഥിരമായ അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി നല്ല ഈഗോ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഭംഗിയുള്ളൊരു ഈഗോയും കൂടെ വരും. അതായത് ഞാനിപ്പോൾ ഒരു ആത്മീയവാദിയായി കഴിഞ്ഞു, ഞാനെന്തോ മഹത്തായ ഒരു മനുഷ്യനാണ് എന്നൊരു ധാരണ. നമ്മളിപ്പോൾ വലിയ ആത്മീയ ആളാണല്ലോ, നമ്മളല്ല ഈ കാര്യങ്ങൾ, നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും നല്ലത് ഞാനാണ്,
അല്ലെങ്കിൽ ആത്മീയ പാതയിൽ പോകുന്നതുകൊണ്ട് ഞാനെന്തോ സ്പെഷ്യലാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാറുണ്ട്. ഒന്നുമില്ല. ഈ തെറ്റിദ്ധാരണയെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകളെ അകറ്റും. കാരണം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈഗോയെ ഡിസോൾവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഈഗോയെ നിങ്ങൾ കൂടുതൽ പുഷ്പിപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഒരു ആത്മീയപരമായി ഉയർന്നിരിക്കുന്ന ആൾക്ക് പോലും ഇത്തരം ആൾക്കാരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകളെയും കുറ്റങ്ങളെയും എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളോ നീ എന്താ അത് ചെയ്തോ, നീ എന്താ നോൺ വെജ് കഴിക്കുന്നത്, ഇത് പാപമാണ്, ഇതൊരു ജീവനാണ് ഈ കിടക്കുന്നത് എന്ന് മറ്റുള്ളവരെ പോയി 24 മണിക്കൂർ കുറ്റം പറയുകയും ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ നീ ആത്മീയതയിൽ ഇല്ലാത്തത് കൊണ്ട് ഇവനെന്തോ താഴ്ന്ന മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇവൻ്റെ ഭാഗത്ത് നീ തെറ്റുണ്ടായെന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയമായി ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് അസഹനീയമായ, അടുപ്പിക്കാൻ കൊള്ളാത്തൊരു സിറ്റുവേഷനായിട്ട് മാറും. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും ഈ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് തന്നെ വലിയ ധാരണയുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. ഒരു വീഡിയോ, ഒരാളൊരു ആത്മീയപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്തിടുകയാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അപ്പം ഈ ആത്മീയപരമായ ജീവിതം നയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെ ഓൾറെഡി കുറേ ബുക്കൊക്കെ വായിച്ച്, കുറേ ഉപദേശസാരവും അല്ലെങ്കിൽ മഹത്തായ കുറേ ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ വായിച്ച് ഇവരുടെ കയ്യിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. അപ്പം വേറൊരാളിത് പറയുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ശ്രമിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, നമ്മുടെ യാഥാർത്ഥ്യമാകുന്ന സത്യത്തിലേക്ക് പോകാൻ കിട്ടുന്ന ഒരു വഴി എന്താണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എന്താണെന്നല്ല ആരും നോക്കുന്നത്. എല്ലാവരും നോക്കുന്നത് എന്താണ്, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് അയാൾക്ക് മിസ്സായോ. അങ്ങനെ മിസ്സായെങ്കിൽ ഇപ്പം കമൻറ്റ് ബോക്സിൽ പോയി അയാളെ പഠിപ്പിച്ചു കൊടുക്കും, ഓ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഈ പോയിന്റ് തരാണ്, ശരിക്കും ഭാഗവതത്തിൽ ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ പോലെ അല്ല സംഭവിച്ചിരുന്നത്, ശരിക്കും ശുദ്ധമായ ബോധം ഇരിക്കുന്നത് വേറൊരു രൂപത്തിലാണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ രമണ മഹർഷിയുടെ ബർത്ത്ഡേ ഈ ദിവസമായിരുന്നില്ല, മറ്റൊരു ദിവസമായിരുന്നു. നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമുക്കിത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മളെ ജീവിതത്തിൽ കാണുന്ന ഓരോ സെക്കൻഡിൽ കാണുന്ന ഒരു മഴയായാൽ, ഒരു പറക്കുന്ന ചിത്രശലഭത്തിൻ്റെ ചിറകടി ആയാൽ അതിൽ നിന്ന് എങ്ങനെ സത്യം മനസ്സിലാക്കാതാണ് ശരിക്കും ആത്മീയപരമായ ഉയർച്ചയുള്ളൊരു മനുഷ്യൻ നോക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ അത് തെറ്റിപ്പോയാൽ ഉടനെ പോയി ഞാനിത് വായിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ സ്ഥാപിച്ച് ഞാനെന്തോ വലിയ കാര്യം നേടി, അല്ലെങ്കിൽ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ ഓൾറെഡി ഞാൻ വായിച്ച് അറിയാമെന്നുള്ള കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. ഇത് ഈഗോയുടെ ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലും പലരും തിരിച്ചറിയുന്നില്ല. അതുപോലും തിരിച്ചറിയാതെ എങ്ങനെയാണ് നമ്മൾ ആത്മീയമായി വരാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈഗോയെ എല്ലാവരും വിചാരിക്കുക വലിയ വലിയ അഹങ്കാരപരമായ കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഈഗോ എന്ന്. അല്ല, നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറയുന്ന ഒരു ഭാവം, അതെത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരേ എഫക്റ്റ് തന്നെയാണ്. അതിനെ പൂർണ്ണമായ അലീസ് ഇല്ലാതാക്കി സ്വസ്ഥാവസ്ഥയിൽ ഇരിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത ഒരാൾക്ക് വളരെ ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കും. അത് പലപ്പോഴും ഇല്ല. നോക്കൂ, പൂർണ്ണമായ ബോധത്തിലെത്തിയ ഒരാൾ ചിലപ്പം ഇയാൾ എന്നിട്ട് അഹങ്കാരപരമായി കാര്യം കാണിച്ചിട്ട് അപ്പോൾ ഇയാൾ പൂർണ്ണമായ ബോധത്തിലല്ല എന്ന് പോലും ഈ ആത്മീയപരമായ കുറച്ച് ബുക്കൊക്കെ വായിച്ച ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ ഒരാൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ പിന്നെ നടക്കുന്ന ആക്റ്റുകളിൽ അയാൾക്ക് അവിടെ ഒരു വ്യക്തിത്വമില്ല. പിന്നെ ആക്ട് ചെയ്യുന്ന അയാളല്ല, അതുകൊണ്ട് തന്നെ അയാൾ അത് ബാധിക്കുകയില്ല. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കാരണം അയാൾ ഈ അവസ്ഥയിലാണോ അല്ലോ എന്നും നമുക്കുള്ള എക്സ്റ്റേണൽ ആക്ടിവിറ്റി വെച്ച് പറയാൻ സാധിക്കില്ല. അത് എത്ര മഹത്തായ ആക്ടിവിറ്റി ആയാലും എത്ര മോശം ആക്ടിവിറ്റി ആയാലും. അപ്പോൾ അതൊക്കെ പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകളെ ഇതുപോലെ നയിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആദ്യം സ്വയം അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ്. നമ്മളത് സ്വയം ആവാതിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല പണിയല്ല. നമുക്ക് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവരുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വത്തൊക്കെ ടാർണിഷ് ചെയ്ത് കാണിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ വെജിറ്റേറിയൻ ആവാൻ പ്രോത്സാഹിപ്പിക്കൽ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ഇന്ന ബുക്കുകൾ വായിക്കാൻ പുഷ് ചെയ്യൽ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ആത്മീയമായ താല്പര്യമില്ലാത്തൊരു സുഹൃത്തിനെ നിങ്ങൾ പോയി ആത്മവിചാരം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ സമയം അയാൾ പഠിച്ചോളും. എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞിരിക്കപ്പോഴാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ ഒട്ടും അവെയർ അല്ലാതിരിക്കുമ്പോൾ നമ്മളത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അപ്പം നമ്മൾ അവരെയും കൂടെ ഉയർത്താനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന്. തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ അവയർനെസ് എത്രത്തോളം മോശമായതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അവയർനെസ് അത്രയും ലോ ഗ്രേഡിലല്ലായിരുന്നെങ്കിൽ ഈ മറ്റുള്ളവരുടെ അവയർനെസ് ഇല്ലായ്മ നിങ്ങളെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്യില്ല. അതാദ്യം മനസ്സിലാക്കുക. സോ ആദ്യം സ്വയം യാഥാർത്ഥ്യത്തിലേക്ക് പോവുക.
നമുക്ക് നമ്മൾ ആത്മീയപരമായ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയും ബുക്കുകളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് സംശയം ചോദിച്ചു കഴിഞ്ഞാലോ ഒരു കാര്യം ഡൗട്ട് ചോദിച്ചാലോ ഡിസ്കഷൻ വന്നാൽ അതൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ആരെയും അങ്ങോട്ട് പോയി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അവരെയും വളരെ സാത്വിക മനുഷ്യനാക്കി കൺട്രോൾ ചെയ്ത് അവരെ ഒരു ശുദ്ധബോധാവസ്ഥയിൽ എത്തിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. അതിന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ബോധത്തിലെത്താൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് നിങ്ങളുടെ ഈഗോ ആയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ബോധമായിരിക്കില്ല. യഥാർത്ഥ ബോധത്തിന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതവിടെ എപ്പോഴും ഉണ്ട്. അതിന് നിങ്ങളുടെ ആരുടെയും സഹായത്തിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ സഹായം വേണം, നമ്മളിങ്ങനെയൊക്കെ ചെയ്താലേ ഇവിടെ അതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത് പോലും ഈഗോയുടെ ആക്ടിവിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മളെ തന്നെയാണ്. നത്തിങ് എൽസ് മാറ്റേഴ്സ്. അത് മറക്കാതിരിക്കുക. അപ്പോഴേ ആളുകൾക്ക് നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ ആത്മീയപരമായ പാതയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരാൾ കൂടിയായി മാറി എന്ന് തോന്നും. സോ ഡോണ്ട് ഡു ദാറ്റ്. ഇനി ഇപ്പോൾ ഒരു ഏത്തസിൻ്റെ വീട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ അയാളുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാനിങ്ങനെ ആത്മീയവാദിയാണ് എന്നിങ്ങനെ കാണിക്കാനോ നിൽക്കാതിരുന്നാൽ മതി. ഡു യുവർ ജോബ്. നിങ്ങളുടെ കർമ്മം ചെയ്യുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അയാൾ എത്തിച്ചാൽ നിങ്ങളുടെ ഒരു അവയർനെസ്സിനൊരു യഥാർത്ഥ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് ഹിം ഓൾസോ. അദ്ദേഹത്തിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചിലടൊക്കെ ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റും. ആ ഒരു ടെൻഷൻ, ആ ഒരു ചേഞ്ച് അവരുടെ മൈൻഡ് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ അവരെ പിടിച്ചു വെച്ച് ശരിയാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവരങ്ങനെ അകന്നു പോകണമെങ്കിൽ പോട്ടെ. പക്ഷെ അത്രയും ഒരു ഫൈറ്റ് ഇല്ലാത്ത മനസ്സുകളാണെങ്കിൽ ദേ വിൽ ഓൾസോ കം ഇൻ ടു ദിസ് വേ. ഇറ്റ്സ് നോട്ട് എ ഫോഴ്സ്ഫുൾ ആക്ഷൻ. ഇറ്റ് ഈസ് എൻ എഫേർട്ട്ലെസ് ആക്ഷൻ. മറക്കാതിരിക്കുക. താങ്ക് യു.